കലിയിങ്കൽ വേണ്ടുന്നത് കേൾക്കടോ രൂപത്തിലക്കമായി സൂക്ഷ്മമായിട്ട് സിംഗൽ ചെന്നായി മത്സരം പോലെ സംഖ്യാകയുഗം കഴിയുമ്പോൾ ചിലപ്പോൾ ക്ഷത്രിയുഗമാണത് ആയിരമാകുന്ന ബ്രഹ്മൻ ഒരു പകൽ എന്നെ തിരഞ്ഞെന്നത് ഇവിടത്തിൽ ഞാൻ മുന്നേ പോലെ രണ്ട് പ്രാർത്ഥനകളുണ്ട്. കേവലം സ്വയം പ്രകാശത്തിങ്കൽ ചേർന്നവാരും ദേവാദിജനം ദത്തസ്ഥാനം മോദേന ദ്വാരകാമസീജനം ഏകേന പുറപ്പെട്ടു പോരതിൽ മരിച്ചവർ നമ്മയൊക്കവേ കണ്ട് നാരുകൾ ഭർത്താക്കളെ സ്മരിച്ചു മന്യതൻ പരാന ചാടിക്കൂടി സ്വർഗത്തെ പൊട്ടുവാരും സമുദ്രത്തെ മഗ്നമായി കണ്ടു ആരാധ ഫൽഗുനം താൻ ഭദ്രനും ഒരുമിച്ചു ശേഷിച്ച ജനത്തോട് മധുരയ്ക്ക് അധിപനായി വാണിച്ചു ഭദ്രൻ തന്നെ ഹസ്തിനം വെക്കു പിന്നെ ധർമ്മജനോട് കഥ എപ്പേരും അറിയിച്ചു നിർമ്മലന്മാരാമവർ ശ്രീ പരീക്ഷത്തിനായി രാജ്യം സമർപ്പിച്ചു ഭക്തി വാഞ്ചാലികമായി രാജ്യവും സർവം ഉത്തരദിശ പോയി സ്വർഗത്തെ പ്രാപിച്ചതെല്ലാം ഏകാദശേ ഭാർഗവകുലമുരുമാധരിച്ചാലും ദ്വാദശ സ്കന്ധം കൊണ്ടിട്ടു ആശ്രയം ചെന്നിടുന്നു സിദ്ധാന്തമെല്ലാം മുക്തിയെ മരിക്കുവാൻ എന്നതും മോക്ഷധർമ്മ വ്യാപാരം ചെയ്യുവാന വന്നവന്മാരുടെ മഹത്വം സാധിപ്പാനായി ചൊല്ലിയേ കലിയുഗരാജാക്കന്മാരെല്ലാം അല്ലായ്മയാകും കലിധർമ്മവൻ ചൊല്ലിൽ പിന്നെ യുഗത്തിൻ കണക്കുകൾ പ്രളയക്രമങ്ങളും അവൻ ഭക്തൻ നിർബന്ധരിക്ക് സുഗമനിതനായിട്ട് ഉപദേശസാരവും അരുൾ ചെയ്ത് നന്ദിച്ചുപോയി രക്ഷകഭേദ കൊണ്ട് മുക്തനായി വന്നിരുന്നും പിന്നെയും വേദക്രമ വ്യക്തികൾ ശിഷ്യക്രമോത്തമപുരാണങ്ങൾ തങ്ങളുടെ ക്രമങ്ങളും മാർക്കണ്ഡേയന്റെ വൃത്തം മഹിമാനും ഭഗവാനുടെ സ്ഥൂലവൃത്തം ആദിത്യനാഥൻ യുഗം ഏവമെല്ലാം ഇപ്പോൾ സംക്ഷേപമാം ചരിതം ചൊല്ലി സൂതൻ പിന്നെയും പുരാണങ്ങൾ ഗ്രന്ഥസംഘകൾ വംശങ്ങളിലും അന്തത്വം ചേർന്ന ബുദ്ധികളെ മകാമുനി ബ്രഹ്മവാൻ പുരാണത്തിൽ 10,000 ഗ്രന്ഥസംഖ്യ ചൊല്ലിനറിഞ്ഞാലും ആത്മത്തിൽ 50,000 ശ്രീ വൈഷ്ണവം കൽപ്പിതം 23 സഹസ്രവും 24,000 ശൈവം ഹരിയോട് 81,000 100,000 ഭാഗവസ്കന്ധം ചൊല്ലി വേദവ്യാസം 25,000 മാരതീയം ധരിക്കാൻ മാർക്കിന്റെ 80,000 വാരാഗ് മുതൽ 24,000 വാമരവും 10,000 പിന്നെ 17,000 കൗമവും അറിയണം 14,000 മാസഗ്രന്ഥം ഗാരുടം 19,000 പിന്നെ ബ്രഹ്മാണ്ടം 11,000 സഹസ്രം മറിയും അഗ്നേയം 15 സഹസ്രം ചതുശതം ഭവിഷം 14,500 ശ്രവിക്ക ബ്രഹ്മവൈപർത്ഥം 10,000 ഇത്തരം 4,00,000 എല്ലാം കൂടെ ഉത്തമ പുരാണങ്ങൾ 18 ഗ്രന്ഥം പങ്കജോദ്ധരം ധരിക്കും നാരായണൻ സങ്കേതം തീർന്നു മോക്ഷം വരുവാൻ ഭാഗവതം ഉപദേശിച്ചായിരുന്നു അറിഞ്ഞു കൊള്ളുകയും ദൈവമെല്ലാമേ ചൊന്നേ അജ്ഞായം പ്രഥമത്തിൽ
19 പോയി പത്തല്ലോ തിരിയത്തിൽ 33 ചതുരത്തിങ്കൽ 30 ഒന്നുമാകും മതി വിസ്താരം 26 പഞ്ചമത്തിൽ 19 ഷഷ്ടത്തിങ്കൽ സപ്തമന്തങ്ങൾ 15 അധ്യായം 24 അഷ്ടമസ്കന്ധം തന്നെ 24 നവമസ്കന്ധം തന്നെ ദശമം 90 എന്ന് 9 ലക്ഷം വിശദം ഏകാദശം 30 ദ്വാദശം 13 എന്നറിയണമല്ലോ വേദിക്ക് 335 കോടി അധ്യായമുണ്ടെന്നത് പറയും ഒരു പക്ഷം അധ്യായം 341 ചില അധ്യായ ക്രമം കൊണ്ടിട്ട് എന്തിനു വിസ്തരിപ്പു സിദ്ധമായി വന്നിടേ ഭക്തി മുക്തി മുന്നെന്ന് നിശ്ചയിച്ചിരിക്കുന്ന ഭാഗവനാർത്ഥം അതിൽ നിശ്ചയിക്കണം അതിൻ ബലത്തെ സാധനങ്ങളായി ഏതെല്ലാം ശ്രീ മഹാഭാഗവതം കേവലം മുക്തി സിദ്ധിച്ചിടുവാനെന്നേർതും മോക്ഷത്തിനേറ്റം പ്രധാനപദം ശ്രീ ഭാഗവതം സാക്ഷാൽ ഈ പെണ്ണും ദ്വാദശത്തിൽ താൻ ചൊല്ലപ്പെട്ടു ഏവമെല്ലാമേ പ്രഥമാധിദ്വാദശാന്തങ്ങൾ സേവിപ്പാൻ 10 ലക്ഷണത്തോട് ചൊന്നേ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ ആത്മമായി രണ്ടായി തോന്നിച്ചു രണ്ടായി കണ്ടതിൽ നിന്നും തോന്നിച്ച് ഏകം തോന്നിയിടുന്നതു രണ്ടായി ഭ്രമിച്ചു പൂർവസൂര്യനായി ആയതും കെട്ടുന്നു രണ്ടെല്ലാം ഭ്രമം ബ്രഹ്മചിന്തനം മായാ ചിന്തനം രണ്ടും മായ ലക്ഷണശൂന്യം അചിന്യം നിർവികാരം എന്നിരിക്കയായി ദ്വൈത അദ്വൈത ചിന്തനം എന്നിരിക്കുന്ന നില ബന്ധമോക്ഷങ്ങളറ്റതെന്ന് എന്നിരിക്കുന്ന നില ബന്ധമോക്ഷങ്ങളറ്റതെന്നതും സംസാരങ്ങളറ്റവതും ഇതിനെ സാധിപ്പാനായി സകല കഥകളും ഇതിനു ഭാഗവതം ഭക്തിയും മുഖ്യം ഈ കഥ കേൾക്കുന്നോർക്കും കേൾപ്പിക്കും ജനത്തിനും മുക്തിയും വരും മറ്റും വേണ്ടതൊക്കെ സിദ്ധം ശ്രീ ഭാഗവതം ചിന്തിച്ചു മനസ്സിൽ ഏകദേശമായി തന്നെ തോന്നിയിടും ജനങ്ങൾക്ക് വന്നീടും ഫലം ഇന്ന വണ്ണമെന്നത് വേറെ നിന്നു ഞാൻ പറയുന്നതെന്തിനു മുനിമാരേ മന്നിടത്തിങ്ങൾ ജന്മം ചെയ്തതിന് ഫലമെല്ലാം വന്ന് സംഭവിക്കും എന്നുള്ളതേ പറയേണ്ടു ആകയാളേ ഭക്തന്മാരെ അവർ ശീലിക്കുന്നു ലോകനായകൻ വസിക്കണം ഏവമെല്ലാമേ കേവലം കൃപാ
പാദം കാട്ടി വന്ദിച്ചുകൊണ്ട് മാമുനിമാരുമായി മോദമോടിരുന്നിടും മാമുനിമാരായി അനുഗ്രഹീതനായ സൂതൻ സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങൾ ഒക്കെയോ ചലിക്കും ചെയ്തെനിക്ക് അനുഗ്രഹം ഭക്തി ഭക്തിയില്ലെന്നാകെ ചെയ്തിടണം. കരുണാത്മാക്കളായ ഭഗത്താൻ ജനത്തിൽ കരുണാത്മകനായ കരുണാവാരിരാശിയാകിയ ഭഗവാൻ ധരണീസുരന്മാർക്കും സർവർക്കും വണങ്ങുന്നേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഈ ചെന്ന കഥകളിലുള്ള കുറ്റങ്ങളെല്ലാം സച്ചിദാത്മാക്കൾ തെളിഞ്ഞിരിക്കും സജ്ജനങ്ങളൊക്കെയും ക്ഷമിക്കുകയും ചെയ്തിരിക്കും അനുഗ്രഹം ഭക്തി വ്യക്തികളെല്ലാം ചെയ്തിടണം. കരുണാത്മാക്കളായ മഹത്തായ ജനത്തിൽ കരുണാത്മകനായി മൈ ഗുരുവരനായി കരുണാവാരിരാശിയാകിയ ഭഗവാൻ ഈ കരുണാവാരിരാശിയാകിയ ഭഗവാൻ ധരണീസുരന്മാർക്കും സർവർക്കും ഓം നമോ ഭഗവതേ വാസുദേവായ. 11,000 ശ്ലോകങ്ങളുള്ള ശ്രീമദ് ഭാഗവതത്തെ വേദവ്യാസൻ 12 സ്കന്ധങ്ങളിലായിട്ട് വിഭജിച്ചു വെച്ചു. ഈ 12 സ്കന്ധങ്ങളുള്ള ശ്രീമദ് ഭാഗവതം നമ്മളിവിടെ പാരായണം ആരംഭിച്ചു. ഇനിയിപ്പോ ആ ഭാഗവതത്തിൽ 12 വരികൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ആ 12 വരികളിൽ ആദ്യത്തെ 4 വരി ഭാഗവതം കേട്ടു കഴിഞ്ഞപ്പോ ഞാൻ ആരാണ് എന്ന ചോദ്യത്തിന് എനിക്ക് ഉത്തരം കിട്ടി. അവന് എന്റേതായിരിക്കുന്ന ലക്ഷ്യം ഭഗവാനിലെത്തണം. ആ അമൃതപദ അല്ലെങ്കിൽ നിർവാണ പദത്തിലെത്തണം. അതിന് ഭഗവാന്റെ അനുഗ്രഹം. ആ അനുഗ്രഹത്തിന് വേണ്ടി നമ്മുടെ പ്രാർത്ഥനയാണ് ആദ്യത്തെ 4 വരി. അതുപോലെ ഓരോ വരി ചൊല്ലിത്തരുമ്പോ അത് കേട്ട് എല്ലാവരും ഭഗവാനോട് ഉറക്കെ കൊണ്ട് പ്രാർത്ഥിക്കാം. ആ 4 വരി. ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവത്ര പരിപൂർണമാകിയ പരബ്രഹ്മം സർവദാ സർവദാ മനഹൃദി സർവാത്മാവായി സർവസാക്ഷിയും സർവാത്മാവായി സർവസാക്ഷിയും
ശ്രീ മഹാദേവി ഭാഗവതം പൂർണ്ണമായിട്ട് സംഗ്രഹം പാരായണം ചെയ്ത് സമർപ്പിച്ചു. ഇനിയുള്ളത് ആ സംഗ്രഹമൊക്കെ പാരായണം ആരംഭിക്കുന്നത്. അപ്പൊ സംഗ്രഹം പാരായണം ചെയ്യുമ്പോഴും അത് കേൾക്കുമ്പോഴും ഭാഗവത മൂലമന്ത്രം ജപിച്ചുകൊണ്ട് വേണം അത് പാരായണം ചെയ്യാനും കേൾക്കുവാനും. അപ്പൊ വായിക്കുന്നവരും കേൾക്കുന്നവരും ഒക്കെ ഭാഗവതത്തിന്റെ മൂലമന്ത്രം ഓം നമോ ഭഗവതേ വാസുദേവായ ആ മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ജപിച്ചോണ്ട് ഇത് വായിക്കണം, കേൾക്കണം. നേരത്തെ പറഞ്ഞ പോലെ കേട്ട് കഴിയുമ്പോ കേൾപ്പിച്ചവർക്ക് ഭാഗവതത്തിലേക്ക് ദക്ഷിണ കൊടുക്കുമ്പോൾ ആ കേട്ടതിന്റെ ഗുണം നമ്മളിലേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും യജ്ഞശാലയ്ക്കുള്ളിലേക്ക് കിടന്നിരുന്ന് ആ സംഗ്രഹ പാരായണം ആരംഭിക്കുകയാണ്. അത് കേൾക്കണം. അത് കേൾക്കുന്നതോടുകൂടി ഭാഗവതം മുഴുവൻ കേട്ടാൽ എന്താ ഫലം? ആ ഫലം നമുക്ക് കിട്ടുന്നതാണ്. അതുകൊണ്ട് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും യജ്ഞശാലയ്ക്കുള്ളിലേക്ക് വന്നിരുന്ന് ആ ഭാഗവതം സംഗ്രഹം പാരായണം ചെയ്ത് കേൾക്കുവാനും മൂലമന്ത്രം ജപിക്കാനും ഒക്കെ തയ്യാറാവണം എന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ്. അർച്ചനകളോ നിറവറകളോ ഒക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നാണയപ്പറയായാലും തുളസിപ്പറ അതിന് വളരെ മാഹാത്മ്യമാണ് ഇന്ന്. അപ്പൊ തുളസിപ്പറകളൊക്കെ എല്ലാവരും സമർപ്പിക്കണം. അൻപരിപ്പറ സമർപ്പിക്കണം. അർച്ചനകൾ നടത്തണം. അപ്പൊ അതിനൊക്കെ എല്ലാ ഭക്തജനങ്ങളും തയ്യാറായി യജ്ഞശാലയിലേക്ക് എത്തി ആ ഭാഗവത സംഗ്രഹം പാരായണം ആരംഭിക്കുകയാണ്. അത് വേണ്ട തരത്തിൽ കേൾക്കണം. ഭാഗവതം മുഴുവൻ കേട്ട ഫലം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് സംഗ്രഹ പാരായണം യജ്ഞശാലയിൽ ആരംഭിക്കുകയാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഭഗവതേ വാസുദേവായ. ഓം ഭഗവതേ വാസുദേവായ. ഭഗവതേ വാസുദേവായ. മഹാവിഷ്ണുതൻ ചരിതം ഇത് അത്ഭുതമായി സർവ കൽമുഷകരമായിട്ടിരിക്കുന്നു നിങ്ങളോട് ഞാൻ ചൊല്ലിയിടേ. നരന്മാർക്കുചിതമായി പുരുഷോചിതമായിട്ടിരിക്കും ഇതിനെ ഇങ്ങനെ ചൊല്ലപ്പെട്ടു. സാക്ഷാൽ സർവതാപനാസുരനായി ഋഷിയേശ്വരായ ശക്തിയായിരിക്കുന്ന പരമാത്മാവൻ നാരായണൻ പുരുഷനായി ബ്രഹ്മപരമജഗത്തായി ജ്ഞാനമായി അവ്യമായിരിക്കുന്ന നാരായണന്റെ വാക്യാനം വിജ്ഞാന സംയുക്തമായി ചിന്മയമായിരിക്കും ഇതിനെ ഭക്തിയോഗവും വൈരാഗ്യത്തെയും നാരദന്റെ ആഖ്യാനത്തെയും വിപ്രശാപകാരണമായ മന്നനാം ശ്രീപരീക്ഷിതന്റെ ശ്രീമുനിതന്റെ വൃത്താന്തവും തമ്മിലെ സംവാദവും ശ്രീ പരീക്ഷിതന്റെ യോഗധാരണങ്ങളും നാരദന്റെ ചരിത്രം ധാരാവിന്റെ ചരിതം അവർ തമ്മിൽ സംവാദവൃത്താന്തവും ഹരിതന്നെ അവതാരം സർഗവും സർഗത്തിന്റെ പ്രാധാന്യമതും ഇതിരോധമ സമാനവും തമ്മിൽ സമാനവും അതിങ്ങൾ മഹാപൂരോഷ സംസ്ഥമായിരിക്കുന്നവരാണവൻ ബ്രഹ്മാണ്ഡ സംഭൂതിയും വൈരാജപുരുഷന്റെ സംഭവം കാലഗതി സ്ഥൂല സൂക്ഷ്മങ്ങൾ പത്മത്തിൽ സമുദ്ഭവം ഭിന്ന പാലനവരൻ
ഹിരണ്യാക്ഷനെ വധിച്ചതും കിഴക്കിൻ സ്വർഗം അതും മൗപണ്ണം പശുപതി തന്നെയാണ് അർദ്ധനാരീശ്വരന്റെ ചരിതവും ഓം സ്വയംഭവന്തൽ പത്നി ശബരൂപ ഇവതൽ ചരിത്രവും കർത്തവൃത്താന്തവും അതെങ്കിൽ ഭഗവാന്റെ മഹാമതിയാം കപിലന്റെ ചരിതം ദേവകൂതിലാരുമായി കപില സംവാദവും നവബ്രഹ്മ സമർപ്പത്തിയും ദക്ഷയജ്ഞത്തിൽ വിദേശവും ധ്രുവന്റെ പ്രഥമന്റെ ചരിതം ഭഗസന്റെ സംവാദം പ്രിയവത ചരിതക്രമം സംവാദങ്ങളും ആദിവൃത്തം ഋഷഭചരിതവും ഭരതചരിതവും ദീപവൃക്ഷങ്ങൾ സമുദ്രങ്ങളും നദികളും ജ്യോതിചക്രങ്ങൾ സംസ്ഥാനങ്ങളും പാതാളവും നരകവിസ്താരവും ആദ്യദസന്റെ ദക്ഷപുത്രന്മാരവർ പുത്രികൾ ദേവമാനുഷഭേദം പുത്രന്മാരാം വൃത്താന്തം അസുരാധികൻ പ്രകാരം തന്നീതവും മകാബലി ചരീതം വാരണമോക്ഷം മന്നന്തരത്തിൽ അവതാരങ്ങൾ കൂർമ്മം മത്സ്യവാമന നരസിംഹാദ്യാവതാരങ്ങൾ വിഷ്ണു തന്നെ പാൽക്കടൽ മഥനവും നിത്യദേവന്മാർ യുദ്ധം രാജവംശാനുവൃദ്ധം വിശ്വാബുധന്റെ ജന്മം തത്വംശ വിസ്താരം തുളകന്നു ഭാഗ്യാനം ഭാഗ്യാനം സൂര്യവംശാനവൃത്തം സോമനാദികൾ തന്റെ കഥാ ശരിയാദികാവസ്ഥന്റെ മന്ദാദാസോരന്റെ ബുദ്ധിമാൻ കടുവാങ്കത്തെ സൗഭനെ മുനിയുടെ തത്ര ശ്രീരാമവൃത്തം നിമിതം ദേഹത്യാഗം സംഭവം പിന്നെ ശേഷം പരശുരാമ ജന്മവും ചക്രവിനാശനം സോമവംശത്തിൽ ജന്മം ഐലൻഡ് ചരിത്രം ദുഷ്യന്തന്റെ വൃത്തം ദൗഷ്യന്തൻ ഭരതന്റെ സന്തതിവിന്റെ അവൻ തന്നെ പുത്രവൃത്തം മന്നവൻ യയാതിതൻ ചരിതം യദുവിന്റെ സന്തതിജാതങ്ങളുടെ ചരിതം ഇവയെല്ലാം അവിടെ ജഗദീശ്വരനായിരിക്കുന്ന വിഷ്ണു ഭഗവാൻ കൃഷ്ണനായി വസുദേവന്റെ വംശീകരിച്ചു ഗോകുലത്തിൽ വളർന്ന കഥകളും പൂതനാമോക്ഷം ഭയവാനവും ശകടനീകരിച്ച വൃത്താന്തവും പിന്നെയും തൃണാമത്തരെന്നവൻ തന്റെ വധം ശിശുവിൻ വൃത്താന്തവും ബഗന്റെ പരമഹാസുരന്റെയും വർഷന്റെയും ദേവൻ തന്റെ പ്രാണങ്ങൾ പദങ്ങളും പ്രലംബവരും ഗോപന്മാരുടെ ചരിതവും അഗ്നിപാലവും കാളിയന്തന്റെ മതകരം നന്ദമോചനം ഗോപകന്യകമാർ വ്രതചര്യമഗ്നിമാർ വന്ന വൃത്താന്തം അവരോട് അതിന് അച്യുതൻ പ്രസാദിച്ചൊരു ചരിതവും ദേവേന്ദ്രയാഗവിഘ്നം ഗോവർദ്ധന ഉദ്ധാരണം ഗോപികമാരുമായി രാസക്രീടയും പിന്നെ ശംഖചൂടന്റെ പദം അരിഷ്ടപദം പിന്നെ വമ്പനം ഹംസൻ തന്റെ മന്ത്രവും കേശിവദം നാരദസ്തുതി വ്യോമവദവും അക്രൂരന്റെ സാരചിന്തനം മധുരാപുരിവക്ക് പിന്നെ രാമകൃഷ്ണാദികളോടുള്ള സംഭാഷണവും ഓം നമോ ഭഗവതേ വാസുദേവായ സാബോധം അക്രൂരന്റെ സ്തുതിയും യാത്രകളും മധുരാപ്രവേശനം രജകവതാടിയും മധുനാഥനുർഭംഗം കംസന്റെ സ്വപ്നവൃത്തം വാരണവീരവതം വല്ല വിഗ്രഹങ്ങളും കംസവതം താപമാതാക്കൾ മോക്ഷം ഗോപന്മാരുടെ യാത്ര രാമകൃഷ്ണന്മാർ തന്റെ കേവല വിദ്യ
വിദ്യാഭ്യാസം ഗുരുദക്ഷിണം ഗോകുലയാത്രയും സമ്മാദം ഗോകുല ജനസന്താപങ്ങൾ ശാന്തിയും സൈരന്ദ്രക്കനുഗ്രഹവും അക്രൂരാനുഗ്രഹവും സാരനാമക്രൂരന്താൻ ഹസ്തനം ഭക്തമാരും മീരനാൻ ജരാസുതന്താരുമായ യുദ്ധങ്ങളും പാരാദ്വാരകെ നിർമ്മിച്ച ജലാസന്താദികളെ സമന്തകപ്രാപ്തി ജാമ്പവത്യതുനാവിവാകും ഭാമേവാകും ശതധന്വാവിൻവദം ഇതില രാജ്യം തന്നിൽ മതിമാൻ ബലപത്രം വസിച്ച ചരിതം കൃതവർമാതന്നോട് ദേശങ്ങൾ ശക്രമർജുന സാരഥ്യവും ആനന്ദീ മിത്രബിന്ദാദികളെ വിഭാഗവും മുരനരകന്മാരെ വധിച്ചതും പാരിരാധകരണം 16,000 നാരികളുടെ പാണിഗ്രഹണം ചെയ്തവാറും വിഭാഗവും വിസ്മയം അനിരുദ്ധ വൈഭാഗേ രുക്മിവധം ബാണയുദ്ധവും മൃഗമോക്ഷവും ബലഭദ്രൻ കാര്യപോയി വൃന്ദാവനം പ്രാപിച്ച പ്രധാതവും യമുനാകർഷണവും മാധവൻ പൗരകരേ സമരേ കാശീന്ദ്രപണ്ഡനോട് വഹിച്ചതും വീരനായ സുദക്ഷിണൻ തങ്ങളുടെ ആഭിചാരം വാരാണസിയ ഗ്രന്ഥം വിളിച്ചതും വൃത്താന്തവും സാമ്പന്യ വിഭാഗത്തിൽ ഹസ്തിന ചലനവും നാരദൻ ഭഗവാന്റെ മായയെ ദർശിച്ചതും നരവീരന്മാർ ഭൂതമാക്കിയും ശ്രീനാരദൻ വന്നതും മന്ത്രങ്ങളും രാജസൂയാദിക്രമം എന്നതിനായി ജരാസന്ധനെ കൊല്ലിച്ചതും രാജസൂയവും അഗ്നിപൂജയും ശിശുപാല രാജനിഗ്രഹം അപവൃതമംഗല സ്നാനം ദുര്യോധന ഭാന്തി സ്വാനനെ വധിച്ചതും ശൂരന് ദന്തവക്രമതവും വിഡൂരവനവും മുസ്ലിയാൻ വൻവലവതം രണത്തിന്റെ വിഘ്നത്തെ ചെയ്യുവാനാരംഭിക്കുന്ന സാധ്യമല്ലെന്ന് എത്രയും വേഗം രാമൻ ഓം നമോ ഭഗവതേ വാസുദേവായ സൂര്യോപരാഗത്തിങ്കൾ വിശദസ്ഥിത പഞ്ചതീർത്ഥത്തിൻ ചരിതം പിന്നെ ദ്വാരക തങ്ങൾ ചെന്നതും വസുദേവ തങ്ങളുടെ കൃഷ്ണസ്തുതി ക്ഷഗർഭാനവും മധുവാനികളുടെ പ്രണയവാക്യങ്ങളും യാദവത്തിന്റെ വിസ്താരം മഹത്വവും ഏവമെല്ലാം ഈ സംക്ഷേപിച്ചു ദശമത്തിൽ ചൊല്ലുവൻ ഏകാദശ സ്കന്ധത്ത് ചൊല്ലേ അതിൻ മുൻപ് വൈരാഗ്യഗീതമായ യാദവത്തിന്റെ മനസ്സഭേദത്തിൽ വസുദേവനാരദവാക്യം പിന്നെ ബ്രഹ്മാവിരാവുകൾ സ്തുതിച്ചതും നന്ദനന്ദനൻ കൃഷ്ണൻ അവരോടുരച്ചതും പിന്നെ ഭഗവാനും ഉപവദാനുമായി ഒന്നൊന്നിലുദ്യോത്തരം അവരുടെ ഉദ്ധവനും ഭഗവത് പദൻ ഭഗവതാജ്ഞയാലേ ഭഗവത് ഭക്യാസം സ്വസ്ഥനായി തവൻ ചെയ്തു മുക്തിയിലെ വെച്ച് സ്വസ്ഥനാവൻ മാധവൻ ദുർലക്ഷണേ രാമനും യദുക്കളും
ദുർനിമിത്തങ്ങളുമൊക്കെ രാമദൻ കൃഷ്ണൻ താനുമായിട്ട് പ്രകാശനാന്തത്തെ പ്രാപിച്ചതും രാമനശാപത്തിനാൽ തീർത്ഥഭൂതനെ തമ്മിൽ കലകം പ്രാപിച്ചതും യാദവന്മാരാവർ മരിച്ചുപോയ ശേഷം രാമനും ദേഹത്യാഗം ചെയ്ത് ജഗൽപതി മാധവൻ സമാധിസ്ഥനായി ഓം നമോ ഭഗവതേ വാദികൾ വന്ന് മാട്ടിയവത്താൻ നാരായണ